കൊട്ടിക്കലാശമാണ്. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ നമ്മോടൊപ്പം ചേരുന്നു. പൂരം കൊടിയിറങ്ങി അടുത്ത പൂരത്തിന്റെ ക്ലൈമാക്സിലേക്ക് പോവുകയാണ്. എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്? 100% ആത്മവിശ്വാസമാണ്. ഉറപ്പായിട്ടും നമ്മൾ LDF ജയിക്കും. ഈ ലാസ്റ്റ് സമയത്ത് വരുമ്പോ ചില വിവാദങ്ങളൊക്കെ വന്നു പൂരമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോ അത് ഒരു ചർച്ചാ വിഷയമാക്കാനുള്ള ശ്രമം പല ഭാഗത്തും വന്നിട്ടുണ്ട്. അതെങ്ങനെ ആയിരിക്കും? അതിന്റെ ഒരു ഇമ്പാക്ട് എങ്ങനെയായിരിക്കും? അവർക്ക് തന്നെ തിരിച്ചടിയായല്ലോ. കാരണം അവരാണ് അതിനകത്ത് കള്ളക്കളി കളിച്ചതെന്ന് വിവാദം ഉണ്ടാക്കിയവർ തന്നെയായിരുന്നു പിന്നിലെന്നുള്ളത് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ക്ലാരിഫിക്കേഷൻ വന്നപ്പോൾ ആ പ്രശ്നം തീർന്നല്ലോ. തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ വിവാദത്തിൽ എന്നെ കക്ഷി ചേർക്കാൻ അവർ ശ്രമിച്ചത് അവർക്ക് ദോഷം ചെയ്യുള്ളൂ. കാരണം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട എല്ലാ കാലത്തും പൂരത്തിൻ്റെ നടത്തിപ്പിനും പൂരം ശരിയായി നടക്കാനും നന്നായി നടക്കാനും ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് ഇവിടുത്തെ നാട്ടുകാർക്കും അറിയാം, പൂര കമ്മിറ്റിക്കാർക്കും അറിയാം, അവിടുത്തെ ദേശവാസികളായിട്ടുള്ള എല്ലാ വിഭാഗക്കാർക്കും അറിയാവുന്നതാണ്. 40 ദിവസത്തിലധികം നീണ്ട പ്രചാരണം അവസാനത്തിലേക്ക് പോവുകയാണ്. എങ്ങനെ ഒരു ത്രികോണ മത്സരം കാര്യമായിട്ടില്ലേ ശരിക്കും തൃശ്ശൂര്? ത്രികോണ മത്സരം എന്ന് വേണമെങ്കിൽ പറയാം, അതിലൊന്നും സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ മത്സരം ചതുഷ്കോണായാലും ത്രികോണാണെങ്കിലും വിജയം ഇടതുപക്ഷത്തിലായിരിക്കും. കഴിഞ്ഞ തവണത്തെ ഏതാണ്ട് 1 ലക്ഷത്തെ ഭൂരിപക്ഷമാണ് മറികടക്കേണ്ടത്. ഒരു വലിയ ടാസ്ക് അല്ലേ അത്? ഞങ്ങൾ 2021 മറികടന്നില്ലേ? അവസാനത്തെ വോട്ടിംഗ് നില കൂടി നോക്കും നിങ്ങള്. അപ്പൊ ആ വോട്ടിംഗ് നിലയില് ഈ കഴിഞ്ഞ തവണ കോൺഗ്രസിന് വോട്ട് ചെയ്തവര് ഇടതുപക്ഷ അനുകൂലികളടക്കം കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുണ്ട്. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യമായിരുന്നു ഉള്ള കാര്യം എല്ലാവർക്കും അറിയാം. ആ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇടതുപക്ഷത്തിന് അനുകൂലമായൊരു തരംഗം ഇവിടെ തൃശ്ശൂർ മണ്ഡലത്തിലുണ്ട്. അത് നിങ്ങൾ മണ്ഡലത്തിൽ ഇറങ്ങി ജനങ്ങളുടെ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഭരണവിരുദ്ധ വികാരം എവിടെയെങ്കിലും ഫീൽ ചെയ്തോ മണ്ഡലത്തിലുടനീളം പോയപ്പോ? കേന്ദ്രവിരുദ്ധ വികാരം ഒരുപാട് സ്ഥലത്തുണ്ട്. സംസ്ഥാന സർക്കാരിനെതിരെ ഇല്ല. സംസ്ഥാന സർക്കാരിനെതിരെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമ്മളോട് ഒരു വൈര്യനിരാധന ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കാവുന്ന ഒരു വിരുദ്ധ വികാരം ഇവിടെ അങ്ങനെ ഇല്ല. എന്തൊക്കെ പരിമിതികളുണ്ടെങ്കിലും ആ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റും ജനപ്രതിനിധികൾ അവർക്കുണ്ടെന്നുള്ളത് അവർക്ക് നല്ല ബോധ്യമുണ്ട്. കഴിഞ്ഞ തവണ BJP വോട്ടുകൾ വളരെ കൂടിയിരുന്നു. തൃശ്ശൂർ മണ്ഡലത്തിൽ നോക്കിയാൽ ഏതാണ്ട് 1 ലക്ഷം ഉണ്ടായിരുന്നത് കഷ്ടി 3 ലക്ഷത്തിന്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ BJP വോട്ട് ഗ്രോത്ത് ചെയ്യുമ്പോൾ അത് ശരിക്കും ആരുടെ വോട്ടിലായിരിക്കും ഷിഫ്റ്റ് ഉണ്ടാവും? അങ്ങനെ ഒരു ആശങ്കയുണ്ടോ? പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ വല്ലാതെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുമെന്ന് പറയപ്പെടുന്നുണ്ട്. അന്ന് ഉണ്ടായിരുന്ന ഒരു രീതിയല്ല ഇപ്പോൾ ഉള്ളത്. ഒന്ന് ശബരിമല ഇഷ്യൂ അടക്കമുള്ള പല വിഷയങ്ങളും അന്ന് ഇവര് കുത്തിപ്പൊക്കി കൊണ്ടുവന്നിരുന്ന ഒരു സാഹചര്യം, ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. ആ കിട്ടുന്ന വോട്ടിന്റെ ശതമാനത്തിലേക്കും എണ്ണത്തിലേക്കൊന്നും ഇത്തവണ പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഒരു LDF സ്ഥാനാർത്ഥി എന്നതിനൊപ്പം അങ്ങയുടെ ഒരു പൊതു സ്വീകാര്യത അത് എത്രത്തോളം നമുക്ക് ഹെൽപ്ഫുൾ ആവും? അതെനിക്ക് പൊതുവെ ആളുകൾക്ക് എന്നോട് കുറെ സ്നേഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. അത് വോട്ടായി മാറുന്ന എനിക്ക് പ്രതീക്ഷയുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് കോട്ടകളിൽ പോയി മത്സരിച്ച് ആ കോട്ടകൾ കീഴടക്കിയ പോലെ ഇത്തവണ തൃശ്ശൂരിന്റെ മനസ്സ് ഇടനെഞ്ചിൽ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് VS സുനിൽകുമാറിന്റെ പ്രതീക്ഷ. സുജി പട്ടാമ്പിക്കൊപ്പം KB ശ്രീധരൻ, മാതൃഭൂമി, തൃശ്ശൂർ.